മനുഷ്യന്റെ തലച്ചോറിൽ ന്യൂറാലിങ്ക് ചിപ്പ് സ്ഥാപിച്ചത് വിജയകരം. ഇത് ശാസ്ത്രലോകത്ത് വലിയ മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു. മയാമി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സിസ്റ്റത്തിലെ ശസ്ത്രക്രിയാ വിദഗ്ധർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ന്യൂറാലിങ്ക് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ചിപ്പാണ് തലച്ചോറിൽ സ്ഥാപിച്ചത്. ഈ ചിപ്പ് തലച്ചോറിലെ സിഗ്നലുകളെ നേരിട്ട് കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഇതിലൂടെ ചിന്തകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷാഘാതം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഡിജിറ്റൽ ലോകവുമായി സംവദിക്കാൻ ഇത് സഹായകമാകും. ന്യൂറാലിങ്ക് ചിപ്പ് ഘടിപ്പിച്ച ആദ്യത്തെ വ്യക്തി പക്ഷാഘാതം കാരണം ചലനശേഷി നഷ്ടപ്പെട്ട ഒരു US സൈനികനാണ്. ശസ്ത്രക്രിയക്ക് ശേഷം ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ കഴ്സർ നിയന്ത്രിക്കാനും വീഡിയോ ഗെയിമുകൾ കളിക്കാനും അദ്ദേഹത്തിന് സാധിച്ചതായി അധികൃതർ അറിയിച്ചു. ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് റോബോട്ടിക് ഉപകരണങ്ങളെ ചിന്തയിലൂടെ നിയന്ത്രിക്കാനും കാഴ്ച, കേൾവി എന്നിവ നഷ്ടപ്പെട്ടവർക്ക് സംവേദനശേഷി തിരികെ ലഭിക്കാനും അപസ്മാരം, പാർക്കിൻസൺസ് രോഗം തുടങ്ങിയ നാഡീരോഗങ്ങളെ ചികിത്സിക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഭാവിയിൽ മനുഷ്യന്റെ കമ്പ്യൂട്ടർ ഇടപെടലുകൾക്ക് ഇത് പുതിയ സാധ്യതകൾ തുറക്കും. പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ മാത്യു മസ്കുലനാണ് ഈ സുപ്രധാന ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഇലോൺ മസ്ക് ന്യൂറോലിങ്ക് ആരംഭിച്ചപ്പോൾ ഡോക്ടർ മാത്യു മസ്കുലനെയാണ് കമ്പനിയുടെ പ്രധാന ന്യൂറോ സർജനായി നിയമിച്ചത്.